എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനെ കാണുന്നത് നാളത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളാണ് സ്ക്രീനിൽ എടുത്തിട്ടിരിക്കുന്നത്. ഇന്ന് കുറേ ഷെയറുകളുണ്ട്, ഒരു 22 ഷെയറോളം ഉണ്ട്. അതിൽ നമുക്ക് എന്തായാലും ഒരു 10 ഷെയറെങ്കിലും നമുക്ക് നല്ല ചാൻസ് തരും. അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ ഷെയറുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് MRPL എന്ന് പറയുന്ന ഈ ഷെയർ പിന്നെ 20% അപ്പർ സർക്യൂട്ടാണ്. ഇത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ R1 മുകളിൽ പ്രാവശ്യം പോയിട്ടിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ KIOCL എന്ന് പറയുന്ന ഈ ഷെയർ ശ്രദ്ധിക്കുക. അതും ഓപ്പണിങ്ങിൽ ഒന്നുകിൽ 520-25 റേഞ്ച് വന്നിട്ട് ഈ 516 കട്ട് ചെയ്യുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ ഈ R1 വന്നിട്ട് താഴെ വരുവാണെങ്കിൽ നമ്മൾ R1 താഴോട്ട് ഇറങ്ങുമ്പം സെല്ല് ചെയ്യുക. പിന്നീട് ചാൻസ് തരാൻ സാധ്യതയുള്ളത് ഇതെല്ലാം എല്ലാത്തിനകത്തും ചാൻസ് കിട്ടും. പക്ഷേ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഷെയറിൻ്റെ കാര്യം പറയുന്നതേ ഉള്ളൂ. ടിപ്സ് ഇൻഡസ്ട്രീസിൻ്റെ R1 496.60 ആണ്. അപ്പോൾ ഈ ഷെയർ ചിലപ്പോൾ 500 രൂപയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി ഈ 496 താഴോട്ട് വരുമ്പോൾ സെല്ല് ചെയ്യാൻ പറ്റും. അന്നേരം വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതുപോലെ ഹിന്ദുവിൽ എക്സ്പ്ലോറേഷൻ R1 216.75, ചിലപ്പോൾ 219 ആ റേഞ്ചൊക്കെ പോയിട്ട് ഈ റേഞ്ചിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ 211, 212, 13 ഒക്കെ പോയിട്ട് 211 താഴെ വരുവാണെങ്കിലും ചാൻസ് എടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരം ഞാൻ പറയുന്ന പോലെ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങും. അതല്ല R1, R2 റേഞ്ചിൽ പോയിട്ട് വരുവാണെങ്കിലും എടുക്കാൻ പറ്റും. ഏത് റേഞ്ചിൽ നിന്നാണോ അത് തിരിയുന്നത് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് എടുക്കാം. പിന്നീട് വേറെ ഷെയറുകൾ ചെന്നൈ പെട്രോൾ ശ്രദ്ധിക്കുക. അതും ഈ R1 വന്നിട്ടിറങ്ങുമെന്ന് നോക്കുക. പിന്നീട് ജെനസിസ് ഈ ഷെയർ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. ഒരു 527, 530 റേഞ്ചിൽ പോയിട്ട് 521 റേഞ്ചിൽ താഴെ പോവുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ ടോറൻറ്റ് പവർ ശ്രദ്ധിക്കുക. ടോറൻറ്റ് പവർ 1208. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ R1 റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ ഈ അക്സെലിയ എന്ന് പറയുന്ന ഷെയർ, അത് എൻ്റെ ആ ഹൈയും R1 അടുത്തടുത്ത്. അപ്പോൾ ഈ 2 റേഞ്ച് അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് ഇതിനകത്ത് 2-3 ഷെയർ ASM ലിസ്റ്റിലുള്ള, അപ്പോൾ അത് ഈ നോർമൽ ട്രേഡിങ്ങിന് ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് കുറവ്. അപ്പോൾ അത് വിട്ടേക്കുക, ആ ഷെയറുകൾ വിട്ടേക്കുക. എക്സാമ്പിൾ വന്നിട്ട് ഈ ITI, കല്യാൺ ജ്വല്ലറി, ഇതൊക്കെ നല്ല ചാൻസ് ഉള്ള ഷെയറുകളാണ്. പക്ഷേ അതിനകത്ത് നോർമൽ ബ്രോക്കർമാർ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ നിഫ്റ്റി ഇന്ന് ഏകദേശം 0.5% മുകളിൽ പ്ലസ്സിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി 0.5% മുകളിൽ പ്ലസ്സിലായിരുന്നു. ഇതിൻ്റെ R1 ശ്രദ്ധിച്ചേ. നിഫ്റ്റി 21,978. ഇത് നിഫ്റ്റി ഓപ്പണിങ് ഒരു 10-20 മിനിറ്റിനുള്ളിൽ 22,000 മുകളിൽ വന്നെങ്കിൽ അവിടുന്ന് സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി അതുപോലെ ഓപ്പണിങ്ങിൽ ഒരു 10-അരമണിക്കൂറിനുള്ളിൽ ഈ റേഞ്ച് വന്നാൽ സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ 50 പോയിൻ്റ് മുകളിലോ ഒക്കെ ആയിരിക്കാൻ വരുന്നത്. അതിന് ആ റേഞ്ച് വന്നാൽ അരമണിക്കൂറിനുള്ളിൽ വന്നെങ്കിൽ മാത്രം സെല്ലിങ് നമുക്ക് കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ഈ റേഞ്ച് R1 മുകളിലോ R1 മുകളിലെന്ന് പറയുമ്പോൾ ഈ R1 റേഞ്ച് ഇവിടുന്ന് ഒരു 50 പോയിൻ്റ് മുകളിൽ, 50-60 പോയിൻ്റ് മുകളിൽ. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ 50 പോയിൻ്റ് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കുമല്ലോ. ആ റേഞ്ച് വന്നാൽ അവിടുന്ന് ഒരു സെല്ലിങ് പ്രതീക്ഷിക്കാം. നിഫ്റ്റിക്കകത്ത് അതുപോലെ 22,000 അടുത്തൊന്നോ 20,000 മുകളിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടോ ഓപ്പണിങ്ങിൽ ഒരു അരമണിക്കൂർ വരുവാണെങ്കിൽ നമുക്ക് നല്ല സെല്ലിങ് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളത്തേനുള്ള ഷെയറുകൾ ഇതൊക്കെയാണ്. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറിനകത്ത്
നമുക്ക് ചാൻസ് തന്നിട്ടുള്ള ഷെയറുകൾ ഇത്ര നമ്മൾ 17 ഷെയറായിരുന്നു എടുത്തിരുന്നത്. അതിൽ നമുക്കൊരു 9 ഷെയറിനടുത്ത് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഷെയർ ഒന്ന് കാണിക്കാം. ജൂബിലൻ്റ് ഇൻഡസ്ട്രീസ്, ജൂബിലൻ്റ് ഇൻഡസ്ട്രീസ് അധികം ഓപ്പണിങ്ങിൽ തന്നെ ഹൈയിൽ ഓപ്പണായി R1 കട്ട് ചെയ്തു. R1-ന് മുകളിൽ R2 പോകാതെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയപ്പോൾ 931 റേഞ്ച് നമ്മൾ എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ലോ ഇവിടം വരെ അടിച്ചു 873 വരെ അടിച്ചു. ഏകദേശം 57-58 രൂപ പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ അത് മുകളിൽ കയറി വന്നു. ലാസ്റ്റ് ഹൈയുടെ അടുത്ത് തന്നെ വന്ന് ഇതായി. അപ്പോൾ ഇത് നാളെ ഈ ഷെയർ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഷെയർ 1000 റേഞ്ച് വന്നിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ, ശ്രദ്ധിക്കുക അത്. അതിനുശേഷം DBL എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 പോകാതെ തിരിച്ചിറങ്ങി. അപ്പോൾ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ ഈ റേഞ്ച് 459-60 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 452 ലാസ്റ്റായപ്പം ചെറിയ രീതിയിലാണ് ഇറക്കം. ലാസ്റ്റ് വരുമ്പോഴാണ് ഒരു 12 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നത്. എന്നാലും ഇവിടെ ഈ റേഞ്ചിൽ 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റൊക്കെ കിടന്ന് നിറയെ പ്രാവശ്യം ട്രേഡ് എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം SJV എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഹൈയുടെ ജസ്റ്റ് താഴെ ഓപ്പണായി നേരെ കയറിപ്പോയി R1 അടിച്ചു ഇറങ്ങി. നമ്മൾ ഈ 127 സംതിങ്ങിന് എൻട്രി എടുത്താൽ നമുക്കൊരു 123 വലിയ പ്രോഫിറ്റ് ഇല്ല, എന്നാലും ചെറിയൊരു പ്രോഫിറ്റ് തരുന്നുണ്ട്. 3-3.5 രൂപയുടെ പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നീട് അത് കയറുന്നില്ല. അതിനുശേഷം അൽവാലിയ കോൺട്രാക്ട് HLUcount എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് R1 അടിച്ചില്ല, തിരിച്ചിറങ്ങി പോകുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുമ്പോൾ എൻട്രി എടുക്കും. 1014 റേഞ്ച് എൻട്രി എടുത്താൽ 990, ഏകദേശം 24 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം BML ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് നേരെ കയറിപ്പോയി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഈ 3098 തോന്നുന്നു എൻ്റെ പ്രീവിയസ് ഡേ ഹൈ. അപ്പോൾ 3097 റേഞ്ചിലൊക്കെ നമ്മളൊരു എൻട്രി എടുത്താൽ 3030 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 65-67 ആ റേഞ്ചിലോട്ട് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ടൈം ടെക്നോളജി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളാണെങ്കിൽ ഇവിടെ എൻട്രി എടുത്താൽ 222 റേഞ്ച് എൻട്രി എടുത്താൽ 217, ലാസ്റ്റ് ആകുമ്പോൾ 215-നും താഴെ വന്നിട്ടുണ്ട്. നല്ല 6-7 രൂപ പ്രോഫിറ്റ് അതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം അക്സല്യ എന്ന് പറയുന്ന ഷെയർ അത് ഇതുണ്ടല്ലോ ഓപ്പണിങ്ങിൽ R2 അടിച്ചിട്ട് നേരെ ഇറങ്ങി പോകുന്നു. R2 എന്ന് പറയുമ്പോൾ നമ്മൾ 2075 റേഞ്ച് ചെയ്യുന്നത് 2010 65 രൂപ തന്നു. അതിനുശേഷം വീണ്ടും കയറിപ്പോകുമ്പോൾ എൻട്രി എടുക്കുന്നവർക്ക് എടുക്കാം. ഇതുകൊണ്ടല്ലേ ഇവിടെ കയറിപ്പോയി തിരിച്ചിറങ്ങി ഇവിടെ എൻട്രി എടുത്താൽ 2075 എടുത്ത 2054 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റുണ്ട്. വീണ്ടും കയറിപ്പോകും, വീണ്ടും ഇവിടെ കട്ട്. ഇതൊക്കെ ഈ ടൈമിൽ 2:45-3 മണിയൊക്കെ ആയതിനു ശേഷമുള്ള ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക. പിന്നീട് കിർലോസ്കർ എഞ്ചിനീയറിംഗ് R1-ന് മുകളിൽ പോയ ശേഷം ഇറങ്ങി. അപ്പോൾ 886 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 867, 854-55 റേഞ്ച് വരുന്നുണ്ട്. ഈ 887-ന് 854
അപ്പോൾ ഏകദേശം 32-33 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം കൂടെ പറഞ്ഞ ഷെയറുകളെല്ലാം കയറി പോകുന്നുണ്ട്. എടുത്തവരത് ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. ഏഷ്യൻ പെയിൻ്റ്, മെട്രോ ബ്രാൻഡ്, VST ടില്ലേഴ്സ്, മുത്തൂറ്റ് ക്യാപിറ്റല്, പിന്നീട് പഞ്ചാബ് കെമിക്കല്, അതിന് ശേഷം 1-2 ഷെയറുകളുണ്ട്. എല്ലാം കയറി പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ ട്രേഡ് എടുത്ത് മാറുക. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അധികം പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. 5-10% ആ റേഞ്ച് കിട്ടുന്ന സമയത്ത് വെളിയിൽ വരിക. അതിൽ കൂടുതൽ പോകാതിരിക്കും, പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഷോർട്ട് ടൈം കൊണ്ട് അത്രയും പ്രോഫിറ്റ് വരുമ്പോൾ എടുത്ത് മാറുക. അതുപോലെ UPL എന്ന് പറഞ്ഞ ഷെയർ, ഇതെല്ലാം 5% കൂടുതൽ തന്നു കഴിഞ്ഞു ഓൾറെഡി. മാന്യവാർ 1-2 പ്രാവശ്യം 5% കൂടുതൽ തന്നു, പിന്നെ തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ പറഞ്ഞ റേഞ്ചിൽ നിന്ന് തിരിച്ച് വീണ്ടും കയറി കുറച്ച് ഒരു 2-3% അപ്പിലാന്ന് തോന്നി ഇപ്പം. അപ്പം ഷോർട്ട് ടൈം കൂടെ എപ്പോൾ തന്നാലും ഇപ്പോഴത്തെ കണ്ടീഷന്, മാർക്കറ്റ് കണ്ടീഷന് 5-10% ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.